യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിയോഗ പ്രാർത്ഥന മുടങ്ങാതെ ഓരോ ദിവസവും കാണുന്ന, കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന സകലരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. ഇന്ന് പ്രഭാതത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകലരെയും, സകല വ്യക്തികളെയും, കുടുംബങ്ങളെയും, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങളെല്ലാവരെയും, ആരുടെയൊക്കെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഈ ആലയവുമായി ബന്ധപ്പെട്ട് ഇവിടെയുണ്ടോ ആ പ്രാർത്ഥനകളെയെല്ലാം ഓർക്കുന്നു. ആ വിശുദ്ധ കുർബാനയിൽ ഇന്നർപ്പിക്കുന്ന ബലിയിൽ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി നമ്മൾ കേൾക്കാൻ പോകുന്ന വചനത്തിനും സമയത്തിനും ഒക്കെ നന്ദി പറയാം. ഈ ഒരു മാസം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ജീവിതത്തിൽ കാണാൻ ഭാഗ്യമുണ്ടാകണം. ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ പറ്റണം. നമ്മുടെ കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളിൽ വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകണം. അകന്നു നിൽക്കുന്നവർ ചേർന്ന് വരണം. സമാധാനം നിറയണം. സാക്ഷ്യമായി മുന്നോട്ട് പോകാൻ കഴിയണം. ആ വിധത്തിലൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ടിരിക്കും. കണ്ണുകളെ അടച്ച് നിങ്ങൾ എഴുതി സമർപ്പിച്ച നിയോഗത്തെ മനസ്സിലോർത്ത് ഒന്ന് പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അത് ഞങ്ങളുടെ വിശ്വാസമാണ്. ഞങ്ങൾക്കറിയാം, ചോദിക്കുവൻ ലഭിക്കും, അന്വേഷിക്കുവൻ കണ്ടെത്തും, മുട്ടുവൻ തുറന്നു കിട്ടുമെന്ന ആ വലിയ വാഗ്ദത്ത വചനത്തോട് ചേർത്ത പ്രാർത്ഥിക്കുന്നത്, എഴുതി വച്ച് ചോദിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഉള്ളിലെ ചില പ്രാർത്ഥന ആവശ്യങ്ങളെയും എഴുതിയ നിയോഗങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ, വചനത്താൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. രോഗികളുടെ മേൽ സൗഖ്യമാകണമേ. എല്ലാ വഴികളും അടഞ്ഞവരുടെ മുമ്പിൽ വഴികളെ തുറക്കണമേ. നിരാശയുള്ള സ്ഥാനത്ത് പ്രതീക്ഷകൾ നിറയ്ക്കണമേ. ദൈവാനുഗ്രഹത്തെ ധാരാളമായി വർഷിക്കണമേ. അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന പ്രാർത്ഥനയായി നിയോഗ പ്രാർത്ഥനയെ മാറ്റുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് നാം ആധാരമായി പ്രാർത്ഥിക്കാൻ ആധാരമായി കേൾക്കുന്ന ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൽ അതിൻ്റെ ഹെഡിങ് ഫറവോയുടെ സ്വപ്നം എന്നാണ്. രാജാവ് ഒരു സ്വപ്നം കണ്ടു. അന്നത്തെ കാലത്ത് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ ഫറവോ കണ്ട സ്വപ്നം ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. ഫറവോയുടെ സ്വപ്നം 41 അധ്യായം 8 വാക്യം. ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിപ്പിച്ച് തൻ്റെ സ്വപ്നം അവരോട് പറഞ്ഞു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ആർക്കും കഴിഞ്ഞില്ല ആ സ്വപ്നം ഒന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസഫിനെ ആളയച്ചു വരുത്തുന്നത്. ജയിലിൽ കിടക്കുന്ന ജോസഫിനെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് ആളയച്ചു വരുത്തിച്ചു. എവിടെ നിന്നാ അവിടെ എത്തിയെന്നുള്ള കാര്യം ഓർക്കണം. 14 വാക്യം 41 അധ്യായം. അപ്പോൾ ഫറവോ ജോസഫിനെ ആളയച്ചു വരുത്തി. അവർ അവനെ തിടുക്കത്തിൽ ഇരുട്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവർ ക്ഷൗരം ചെയ്ത് ഉടുപ്പുമാറി ഫറവോയുടെ മുമ്പിൽ ഹാജരായി. എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാ ഇന്ന് കൊട്ടാരത്തിലെത്തിയത്? ഇരുട്ടറയിൽ നിന്ന്. ഇരുട്ടറ, ജയിലിൽ കിടക്കുമായിരുന്നു. ക്ഷൗരം ചെയ്ത് ഷേവ് ചെയ്ത് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് നല്ല കൊള്ളാവുന്ന ഒരു രൂപത്തിലാക്കി കൊട്ടാരത്തിൽ എത്തിച്ചു. എവിടെ നിന്ന്? ഇരുട്ടറയിൽ നിന്ന്. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? രാജാവിൻ്റെ മുമ്പിൽ ഹാജരായി. രാജാവിൻ്റെ മുമ്പിൽ. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പ്രധാനമന്ത്രിയുടെ അടുത്തോ മുഖ്യമന്ത്രിയുടെ അടുത്തൊന്നും
നമുക്കൊന്നും പെട്ടെന്ന് അങ്ങനെ ഹാജരാകാനോ എത്തിപ്പെടാനും പറ്റില്ല. അതിന് ഒത്തിരി ചടങ്ങുണ്ട്, ഒരുപാട് പേരെ കാണണം, അതിന് ഒത്തിരി ചടങ്ങുകളുണ്ട്, ഒത്തിരി പ്രോസസ്സുണ്ട്. എളുപ്പമല്ല അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ. പക്ഷെ നോക്കൂ, ഫറവോ രാജാവാണ്. കൊട്ടാരത്തിൽ അങ്ങനെ എളുപ്പത്തിൽ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആളയച്ചു വരുത്തിയെന്ന് എന്തിനെന്നറിയാമോ? ഫറവോ കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കാൻ. ഞാൻ ഈ പറയുന്ന കാര്യം മറക്കരുത്. ആർക്കും ചെയ്യാൻ കഴിയാത്തത് ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് അനേകരുടെ മുമ്പിൽ ഉന്നതനാക്കും. വിശ്വസിക്കാൻ കഴിയുമോ? ആർക്കും തലകുത്തി നിന്നിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല അതൊന്നും. പഠിച്ച പണി 18 നോക്കിയിട്ട് അതേപോലെ ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ച രീതി ചെയ്യാൻ പറ്റുന്നില്ല. ആർക്കും ചെയ്യാൻ കഴിയാത്തത് ചിലപ്പോൾ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ചെറിയ കാര്യമായിരിക്കും, ചെയ്യിപ്പിച്ച് എല്ലാവരുടെയും മുമ്പിൽ ഉന്നതനാക്കാനുള്ളൊരു വഴി ദൈവം നിനക്ക് വെട്ടിത്തരും. ഇത് ദൈവം ഒരുക്കുന്ന വഴിയാണ്, ദൈവം കൊണ്ടുപോകുന്ന മാർഗമാണ്. എവിടെ നിന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് ഓർത്തോണം. ഇരുട്ടറയിൽ നിന്ന ഒരു നല്ല കാലം നമുക്കുണ്ട്. പ്രാർത്ഥിക്കുന്ന നിങ്ങളും ആരൊക്കെയോ ഏതൊക്കെയോ ഇരുട്ടറയിലായിരിക്കാം ഇന്ന്. സങ്കടങ്ങളുടെ, വേദനയുടെ, ഒറ്റപ്പെടലിൻ്റെ. കുടുംബം കൂടെ ഇല്ലല്ലോ, പിള്ളേർ കൂടെ ഇല്ലല്ലോ, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എത്ര നാളായി. ഇങ്ങനെ ഒരു നിരാശയുടെ, സാമ്പത്തിക തകർച്ചയുടെ, നഷ്ടങ്ങളുടെ, ചതിയിൽപ്പെട്ടതിൻ്റെ ഒക്കെ ഒരു ഇരുട്ടറയിലായ ഒരാളായിരിക്കും നിങ്ങൾ ഇന്ന്. പക്ഷേ ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത്? ആ ഇരുട്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ദൈവം. ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും, ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരും. ആ ഒരവസ്ഥ പാടെ മാറിപ്പോകും. പുറത്തു കൊണ്ടുവന്ന് ക്ഷൗരം ചെയ്യിച്ച് ഫറവോയുടെ മുമ്പിൽ ഹാജരായി. 15-ാമത്തെ വാക്യം, ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം അടുത്ത ഭാഗമാണ് ജോസഫിൻ്റെ ഒരു പ്രത്യേകത. ജോസഫ് ഫറവോയോട് പറഞ്ഞു, അത് എൻ്റെ കഴിവല്ല, അതെൻ്റെ കഴിവുകൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ മറുപടി നൽകും. അതെൻ്റെ കഴിവല്ലെന്നൊരു വാക്ക് പറഞ്ഞു. എന്നാൽ സ്വപ്നം ഇങ്ങോട്ട് പറ, ഞാൻ നോക്കട്ടെ, പറ്റുന്ന പോലെ. ഞാൻ ഒരുപാട് സ്വപ്നമൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് ഞാൻ വേറൊരാളുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്. അത് എൻ്റെ കഴിവല്ല. ഈ നിയോഗ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ വചനം അനേകർ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ജോസഫിനെ പോലെ ഞാനും പറയുന്നു, അതെൻ്റെ കഴിവല്ല, അത് ദൈവം ഒരുക്കുന്ന വഴികളാണ്, ദൈവം അനുഗ്രഹിക്കുന്ന മാർഗമാണ്, ദൈവം അനേകർക്ക് വിടുതലായി ദൈവം നട്ട ഒരു ചെടിയാണത്. അതെൻ്റെ കഴിവല്ല. നിങ്ങളും പ്രാർത്ഥിച്ചേ. ഞാൻ നിങ്ങളോട് ഇന്ന് പ്രധാനമായും പറയുന്നത്, ഇരുട്ടറയിൽ നിന്ന് ഇന്ന് കൊട്ടാരത്തിലെത്താനൊരു കാരണം, ഒരു വലിയ കാര്യത്തിൽ വന്നപ്പോഴും അന്നേരം പറഞ്ഞു തന്നെ എൻ്റെ കഴിവാന്നല്ല പറഞ്ഞ്, എൻ്റെ കഴിവല്ലെന്നാണ് പറഞ്ഞ്. ആ മനസ്സാണ്, ആ ബന്ധമാണ്, ആ ദൈവാശ്രയത്വമാണ് ആ ഇരുട്ടറയിൽ നിന്ന് ഇന്ന് കൊട്ടാരത്തിലെത്താൻ കാരണം. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിലും അങ്ങനെ. ഇന്ന് ഇരുട്ടറയാ, ഇന്ന് പ്രശ്നം, ഇന്ന് വീടില്ല, ഇന്നൊന്നുമില്ല, ഇന്ന് ദാരിദ്ര്യമാണ്, ഇന്ന് കടബാധ്യതയാണ്, ഇന്ന് രോഗമായിട്ട് കിടക്കുക, ഇന്ന് രോഗം വിട്ടിട്ടൊരു നേരമില്ല. ഈ ഇരുട്ടറയിൽ ആയിരിക്കുമ്പോഴും ദൈവത്തിലാണോ നീ ആശ്രയിച്ച്? ദൈവത്തിലാണോ മുറുകെ പിടിച്ചത്? ദൈവത്തിൻ്റെ കാരുണ്യത്തിലാണോ വിശ്വാസം അർപ്പിച്ചത്? ആ ഇരുട്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു മാർഗം ദൈവം കൊണ്ടുവരും, ഒരു ഉത്തരം അവിടെ എത്തും. ഇന്നല്ലെങ്കിൽ നാളെ. ഇരുട്ടറയിൽ നിന്ന് എത്തിയത് പട്ടണത്തിലല്ല, എത്തിയത് കൊട്ടാരത്തിലാണ്. ആ രണ്ട് സ്ഥലവും തമ്മിൽ കമ്പയർ ചെയ്യണം. ഇരുട്ടറയിൽ നിന്ന് കൊട്ടാരത്തിൽ, ഇരുട്ടറയിൽ നിന്ന് കൊട്ടാരത്തിൽ. ഇങ്ങനെയൊരു ചേഞ്ച്, ഇങ്ങനെയൊരു മാറ്റവും ഇങ്ങനെ ഒരു ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ഇന്ന് ഇരുട്ടറയിലാണ്, പക്ഷെ ദൈവത്തെ മറക്കല്ല്. എന്തു നന്മകളുണ്ടായാലും, എന്തുയർച്ചയുണ്ടായാലും ആളയച്ച് വരുത്തി കൊട്ടാരത്തിൽ നിൽക്കേണ്ട, വലിയ ആളുകളോടൊപ്പം നിൽക്കേണ്ടി വന്നാലും അതെൻ്റെ കഴിവല്ല, അതെൻ്റെ കഴിവല്ല എന്നെപ്പോഴും പറയുന്നു.
ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ കാരുണ്യമാണ്, ദൈവത്തിൻ്റെ കഴിവാണ്. ഹല്ലേലൂയ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കഴിവല്ല. ഒരു പൊട്ടിപ്പൊളിഞ്ഞ സാഹചര്യത്തിൽ നിന്ന് വന്ന എനിക്കിങ്ങനെ നിൽക്കാനുള്ള കഴിവില്ല. പൊട്ടിപ്പൊളിഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന എനിക്കിങ്ങനെ നിൽക്കാനുള്ളൊരു പ്രാപ്തിയില്ല. അതെൻ്റെ കഴിവല്ല, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ കഴിവാണ്. പ്രാർത്ഥിക്കുവാണ്. എഴുതി വച്ച നിയോഗത്തെ ഓർക്ക്. നിങ്ങൾ എഴുതി വച്ച പ്രാർത്ഥന ജോസഫിനെ പോലെ ഒരു ഇരുട്ടറയിൽ നിന്നൊരു കൊട്ടാരത്തിലെത്തിയതുപോലെ ഒരു വലിയ മാറ്റം അതിന്മേലുണ്ടാകട്ടെ. ഒരാൾക്കും വിചാരിക്കാത്തൊരു ഉയർച്ചയാണ് അന്ന് ആ വ്യക്തിക്ക് കൈവന്നേ. ഒരാളും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊരു ഉയർച്ച ഈ വ്യക്തിക്കുണ്ടാകുമെന്ന്. നിങ്ങളും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നന്മകൾ നിങ്ങളെ തേടി വരും, നിങ്ങളുടെ ജീവിതത്തിലും വരും. പ്രാർത്ഥിച്ച് ആ എഴുതിയ നിയോഗം എടുത്തു വയ്ക്ക്. ഇന്നർപ്പിക്കുന്ന ബലിയിൽ അതെല്ലാം ചേർത്ത് വയ്ക്കും. ഇന്ന് വരെ പ്രാർത്ഥിച്ച് ഈ ഞായറാഴ്ച വരെ, രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നിയോഗ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ച, ഇന്ന് അർപ്പിക്കുന്ന ബലിയിൽ സകലരെയും ദൈവനാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. കർത്താവെ, ഈ എഴുതിയ നിയോഗത്തിൻ്റെ മേൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരം ഈ എഴുതിയ നിയോഗത്തിൻ്റെ മേൽ ഉയർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിയോഗ കൊന്ത കയ്യിലുണ്ടെങ്കിൽ എടുത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചേ. നിയോഗ തിരിയുണ്ടെങ്കിൽ കത്തിച്ച് പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച ഈ ഒന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച ഈ ഒന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന, യോഗ്യതയോടെ അർപ്പിക്കുന്ന എല്ലാ ബലികളോടും ചേർത്ത് ഇന്ന് ഈ ആലയത്തിൽ അർപ്പിക്കുന്ന ബലിയെയും ചേർത്ത് വെച്ച് ആ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവേ, ഇന്ന് അർപ്പിക്കുന്ന ബലിയിൽ, ഇന്ന് വരെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെ ചേർത്ത് വയ്ക്കുന്നു. എഴുതി സമർപ്പിച്ച ഈ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. 30 പ്രാവശ്യം സമയമുള്ള സാഹചര്യത്തിൽ വ്യക്തമായി ചൊല്ലി പ്രാർത്ഥിക്കുക. ഒരു വലിയ സാക്ഷ്യത്തെ പറയാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ, കുടുംബത്തിൽ, അന്തരീക്ഷത്തിലുണ്ടാകട്ടെ. എഴുതി സമർപ്പിച്ച പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ ശക്തമായ കരം വെളിപ്പെടട്ടെ. അത്ഭുത വിടുതലുകൾ ഉണ്ടാകട്ടെ. രോഗസൗഖ്യം സംഭവിക്കട്ടെ. പുതിയ വഴികൾ തുറന്നു കിട്ടട്ടെ. പുതിയ മാർഗം തെളിഞ്ഞു കിട്ടട്ടെ. ആ നഷ്ടങ്ങളിൽ നിന്ന് കരകയറാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. മറികടന്നു വരും. ആ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് നിങ്ങൾ കയറി രക്ഷപ്പെടും. ഈ രോഗം സൗഖ്യമാകും. ഈ വ്യക്തി ജീവിതത്തിൽ പഠന സംബന്ധമായ കാര്യത്തിൽ വിജയിച്ചു വരും. ആ ഓപ്പറേഷൻ സക്സസ് ആകും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വലിയ അനുഗ്രഹത്തിന് കാരണമാവും. വലിയ അനുഗ്രഹത്തിന് കാരണമാവും. മനസ്സുമടുത്ത് പഠിത്തം നിർത്തരുത്. രോഗങ്ങളിൽ നിന്ന്, അപകടം, ദുർമരണത്തിൽ നിന്ന്, മൂപ്പെത്താത്ത മരണത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ശരീരത്തെ രോഗപീഠകളിൽ നിന്ന് അകവും പുറവും സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ. ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കണമേ. സാമ്പത്തിക അഭിവൃദ്ധി തരണമേ. നല്ല ഭവനം, നല്ല വാഹനം, ജീവിതത്തിൽ നല്ല സൗകര്യങ്ങളൊക്കെയും ജീവിക്കാനുള്ളതൊക്കെയും അനുഗ്രഹമായി തന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ 91-ാം സങ്കീർത്തനത്തിന് മുഴുവൻ സംരക്ഷണവും വാഗ്ദത്ത അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെ തിങ്കളാഴ്ച ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.